അമ്മാവനായിട്ടാണ് അഭിനയിക്കുന്നത്. പുള്ളി ഇതുപോലെ ലൊക്കേഷനിൽ വന്നപ്പോൾ KPCL രാജ്ഞിപ്പി ദേവ്. ഞാൻ ഈ പ്രായം വെച്ച് നോക്കുമ്പോഴേ ഒരു തരത്തിലും പിടിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പെങ്ങൾക്ക് ഇത് വഴിപഴച്ചുണ്ടായതാണോ? മൊത്തത്തിൽ ഒരു കാര്യം പറയാണ്, ദേഷ്യപ്പെടരുത്. കാരണം രഹന വീട്ടിലില്ല, അഭിനയിപ്പിക്കുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആഗ്രഹം കൂടി ഉണ്ട്. വൈകുന്നേരം ഇപ്പോൾ ആ സന്തോഷ വാർത്ത എത്തി. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാം. ഇപ്പോഴും എന്നെ കണ്ട ഓടി വന്നിട്ട് കൈ പിടിച്ചിട്ട്, പക്ഷേ എനിക്ക് ഷോക്കാണ്, ഞാൻ ലൈഫിൽ കാണാത്ത ആളുകളാണ്. അപ്പം എൻ്റെ കൈ പിടിച്ചിട്ട് അത് അവരുടെ ഹൃദയം എൻ്റെ അടുത്ത് നിൽക്കണ പോലെ എനിക്ക് തോന്നി. ചിലപ്പോൾ മ്യൂസിക് ചെയ്യും, ഇങ്ങനൊക്കെ മ്യൂസിക് എടുക്കും. ചില സമയത്ത് സ്വർണ്ണ ഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായൂജ്യം നിൻ രൂപം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. കലാഭവൻ നവാസ്, രഹന, സിറാജ് എന്നിവരാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ്. നിങ്ങൾ പുതിയ പടമായിട്ട് വന്നേക്കാണ്. രണ്ടുപേരും കൂടെ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ സിനിമ അല്ലേ? ഭയങ്കര സന്തോഷമായി ഈ ഷോർട്ടായിട്ട് അത് കാര്യം പറഞ്ഞ് പെട്ടെന്ന് ഇതിലേക്ക് വന്നത്. എങ്ങനെയാ ഇതിനെ പിടിച്ചിട്ടേ? ആദ്യമായിട്ടാണ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഈ സിനിമയായിട്ട് ഇങ്ങനെ പല ആൾക്കാരുടെ അടുത്തേക്ക് പോയി. നമ്മൾ ഉയരം കൂടുന്തോറും അവിടെ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്റ്റോറി എഴുതുന്ന സമയത്ത് ഈ രഹന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. രഹനകത്ത് അഭിനയിക്കാറിഞ്ഞ് നന്നായിരിക്കും എന്ന് തോന്നിയിരുന്നു. കാരണം നമുക്ക് ചില കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ ചില പാട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഇന്ന സീൻ വരാമെന്ന് തോന്നുന്ന പോലെ രഹനയുടെ മുഖം യാദൃച്ഛികമായിട്ട് വന്നു. പക്ഷെ രഹന അഭിനയ രംഗത്തില്ല എന്നുള്ളത് നമുക്കറിയാം. പിന്നെ അങ്ങനെ ഇരിക്കാതെ പിന്നെ നവാസ്കയുടെ ഒരു ചെറിയൊരു വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ നവാസ്ക നമ്മുടെ കഥാപാത്രത്തെ ആപ്റ്റാന്ന് മനസ്സിലായി. കാരണം നവാസ്ക ഒരു ആൽബത്തിലോ ചെറിയൊരു പോർഷൻ കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ നവാസ്കാനിലേക്ക് കോൾ ചെയ്തു. നവാസ്ക അടുത്ത പ്രദേശമൊക്കെ നമ്മുടെ നാട്ടുകാരനാണ്. പക്ഷെ ഞങ്ങൾ പിന്നെ അറിയില്ല പരസ്പരം. അങ്ങനെ നവാസ്കാനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു മെയിൻ ലീഡായിട്ടൊരു സിനിമ ചെയ്യാം. അപ്പോൾ എനിക്ക് പുറത്താന്ന് ഞാൻ വാട്സപ്പിലാണ് കോൺടാക്ട് ചെയ്തത്. നവാസ്കർ ഇല്ല, മെയിൻ ലീഡൊന്നും ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കാനുള്ള ആക്സെപ്റ്റ് ചെയ്തില്ല. ഞങ്ങൾക്ക് എൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് കേൾക്ക്, അന്ന് ഇതിനു മുമ്പ് സിനിമ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ഞാൻ സിനിമ ചെയ്തിട്ടില്ല, ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, ഒരു ദൂരം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ഞാൻ നവാസ്കാക്ക് അയച്ചു കൊടുത്തു. ഇതൊന്ന് കണ്ടു നോക്കുന്നു പറഞ്ഞു. നവാസ്ക അത് കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു നിനക്ക് സിനിമ ചെയ്യാനറിയാമെന്ന് എനിക്കറിയാം, നീ ഒരു പണി ഞാൻ ഇന്ന ദിവസം വീട്ടിലേക്ക് വരും, ആ സ്ക്രിപ്റ്റായിട്ട് പോവാ എന്ന് പറഞ്ഞു. അത് കണ്ടത് ഞാനല്ല, സത്യം പറഞ്ഞാൽ വൈഫ് രഹനെ കണ്ടത്. കാരണം ഞാൻ ആ സമയത്ത് ഇവിടെ അപ്പോൾ രഹനെ കണ്ടപ്പോൾ പറഞ്ഞാൽ നല്ല സംഭവമാണ്, നമുക്ക് വർക്കൗട്ട് ചെയ്താൽ നല്ലതായിരിക്കും, അപ്പോൾ അവർക്ക് വേണമെങ്കിൽ കാണാം എന്നുള്ള സംഭവത്തിലാണ് അങ്ങനെ പിന്നെ ഞാൻ വിളിച്ചത്. പക്ഷെ ഈ ചോദ്യത്തിന് ഉത്തരം എങ്ങനെ കിട്ടിയത്? ലീഡ് റോള് ചെയ്യുന്നില്ലല്ലോ, ക്യാരക്ടർ റോൾസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് അന്നേരം എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഇതൊന്ന് കണ്ടിട്ട് ഒന്ന് ഒപ്പീനിയൻ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാനപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ക്യാമറയും ലൈറ്റിങ്സ് ഒക്കെ രസമായിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ നോക്കിയത്. അപ്പോൾ നോക്കി മൊത്തത്തിൽ കുഴപ്പമില്ല, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. എടുക്കാൻ അറിയാന്നുള്ള ഒരാളാണെന്ന് മനസ്സിലായി. അങ്ങനെ പറഞ്ഞു. സാധാരണ ഒരു നോർമൽ പേഴ്സൺ എടുക്കുമ്പോൾ ലൈറ്റിങ്സ് അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും, പൊതുവേ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ ട്രബിളൊന്നും അതിലുണ്ടായിരുന്നു. ചെറിയൊരു കണ്ടന്റ് ആണ്, പക്ഷെ 5 minutes ഒരുപാട് ഡയലോഗ്സ് ഒന്നും ഇല്ലാതെ തന്നെ ആ സംഭവം കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ക്യാരക്ടർ റോളുകൾ ഇനി എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ചെയ്തു പോകണം എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിൽ ആഗ്രഹിച്ച് അങ്ങനെ പോകുന്നൊരു സമയത്താണ് പെട്ടെന്ന് ഈ ഒരു കോള്. മുമ്പൊക്കെ അങ്ങനെ പല തമാശകളും മറ്റുമായിട്ട് ഇപ്പം ഞാനും രഹനയും തന്നെ വിവാഹത്തിന് മുൻപ് ഹീറോയിനായിട്ടൊക്കെ അഭിനയിച്ചതാ. അതാണ് നീലാകാശം. അത് നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. അത് കലൂർ രഘുകുമാറാണ് അതിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആയിരുന്നു. മുരളിച്ചേട്ടൻ, സായികുമാർ, നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു, ലീഡിങ് നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ നവാസൊക്കെ ആദ്യം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് മിമിക്സ് ആക്ഷൻ 500 ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമയാണ്. അതിൽ നിങ്ങൾ എല്ലാവരും കൂടെ നിന്ന് മിമിക്രി, അതായത് നമ്മൾ സ്റ്റേജ് കണ്ടുകൊണ്ടിരുന്ന സംഭവം തിയേറ്ററിലേക്ക് മാറുകയാണ്. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തത് കണ്ടുകൊണ്ടിരുന്നു കുറേ സമയം. അതിൻ്റെ കുറച്ച് കോമഡികളും നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധങ്ങളും ഒക്കെയാണ് അതിനകത്ത് സിനിമയിലുള്ളത്. അല്ല, അതിന് ലൊക്കേഷനിൽ അബദ്ധങ്ങളുണ്ട്. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ പല പ്രായത്തിലുള്ള മക്കളാണ്. എപ്പോഴും നമുക്ക് 2 വയസ്സ് 3 വയസ്സ് ഡിഫറൻസ് അങ്ങനെ പോകണല്ലോ. ഇനി കുറേ ഗ്യാപ്പ് വന്നത്. ഇത് 11 മക്കളാണ്. ഇതിനെ ബാലൻസ് ചെയ്യാൻ വലിയ പണിയാണ്. അപ്പോൾ മാളച്ചേട്ടൻ ഞങ്ങൾ അമ്മാവനായിട്ടാണ് അഭിനയിക്കുന്നത്. പുള്ളി ഇതുപോലെ ലൊക്കേഷനിൽ വന്നപ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞൊരു കാര്യമാണത്. അങ്ങനെ വന്ന് പുള്ളി കണ്ടുപോയി എനിക്ക്. അപ്പോൾ KPCL രാജ്ഞിപ്പി ദേവ് ഇവർക്ക് രണ്ട് കാസ്റ്റിലായതുകൊണ്ട് 2 ഇതിലുള്ള മക്കളാണ്. 6 പേരും 5 പേരൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഞാൻ ഈ പ്രായം വെച്ച് നോക്കുമ്പോഴേ ഒരു തരത്തിലും പിടിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പെങ്ങൾക്ക് ഇത് വഴിപഴച്ചുണ്ടായതാണോ?
മൊത്തത്തില് പുള്ളി സ്പോട്ടിലടിച്ച സാധനം. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോ ശരിയാണ്, നാരായണ കുട്ടിച്ചേട്ടൻ, അബീക്ക, പിന്നെ നന്ദകുമാർ പുതുവോട്, ഒരു ബന്ധമില്ലാത്ത പ്രായവും മക്കളും. അപ്പൊ കഥ പറഞ്ഞു തീർന്നില്ലായിരുന്നു. സ്ക്രിപ്റ്റായിട്ട് ഞാൻ ചെന്നപ്പോ ഞാൻ നവാസ്കാരനായിട്ട് ചെന്ന് സംസാരിച്ചേക്കണേ. നവാസ്കാരൻ ഞാൻ പറഞ്ഞു ഒരു കാര്യം പറയാണ്, ദേഷ്യപ്പെടരുത്. കാരണം രഹന ഫീൽഡിലില്ല, അഭിനയിപ്പിക്കുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ആഗ്രഹം കൂടി ഉണ്ട്, നിങ്ങൾ രണ്ടുകൂടി പേരായിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. അത് കുഴപ്പമില്ല, നീ പോയിക്കാൻ, ഞാൻ സ്ക്രിപ്റ്റൊക്കെ ഒന്ന് വായിച്ചിട്ട് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. വൈകുന്നേരം ഇപ്പോൾ ആ സന്തോഷ വാർത്ത എത്തി. ഓക്കെ, ഇത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. അല്ല, അതിലേക്ക് വരാച്ചാല് രഹന ഒട്ടും അതിനുള്ളൊരു തയ്യാറെടുപ്പോ കാര്യങ്ങളോ അങ്ങനെ ഒരു ഇനിയൊരു വേഷം ചെയ്യുമെന്നുള്ളൊരു തീരുമാനമില്ല. അങ്ങനെ ഞങ്ങൾ ഇതിന് ശേഷം വിവാഹത്തിന് ശേഷം പണ്ടൊരു വെളിച്ചം എന്ന ഷോർട്ട് മൂവി ചെയ്തിരുന്നു. അത് ഞാൻ തന്നെ എഴുതി ഡയറക്റ്റ് ചെയ്തൊരു സംഭവം. അതിനകത്താണ് ആളൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതുകൊണ്ട് പിന്നെ മക്കള് കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരൊറ്റ മൂഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് അങ്ങനത്തെ ഒരു ചെയ്യുന്നില്ലല്ലോ, വേറെ നല്ല വേഷം, അങ്ങനെ കാത്തിരിപ്പോ കാര്യങ്ങളൊന്നും ഇല്ല, എപ്പോഴെങ്കിലും ചെയ്യണം അങ്ങനൊന്നും ആഗ്രഹിച്ചിരിക്കുന്നതല്ല. പക്ഷെ ഇത് ഞാനിത് പറഞ്ഞില്ല, ഈ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞ് അത് ഞാൻ ഇതിന് വായിക്കണം, നമസ്കാരം വായിച്ചോ, എന്നിട്ട് പറഞ്ഞാൽ മതി. സ്ക്രിപ്റ്റ് അല്ലേ, ഇപ്പൊ എനിക്ക് ഒന്നാമത് സമയമില്ല, പിന്നെ ഇപ്പൊ ഞാനിത് വായിക്കണം എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ നമസ്കാരം എന്നാ നീ അത് വായിച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെറുതെ കുട്ടികളോട് നമസ്കാരത്തും പറയും, ഞാൻ ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ട് ചെയ്യണം, നല്ലതേ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഇനി ലൈഫിൽ ചെയ്യലുണ്ടാവില്ല എന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പൊ നവാസ്ക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും ശരിയാവില്ല, നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് പോലുമില്ല, ആഗ്രഹിച്ചിട്ട് പോലുമില്ല ഇങ്ങനെ വരണമെന്ന്. എപ്പോഴും നവാസ്ക്ക് എല്ലാവരും പറയും വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി, എപ്പോഴും നവാസ്ക്കാണ് ചെയ്ത് തരുന്നത്. പക്ഷെ ആക്ച്വലി ഇതിൽ നവാസ്ക്കാക്ക് ഒരു റോളും ഇല്ല. ഈ സീരിയലിൽ നിങ്ങൾ ഹിറ്റ് ആയതുകൊണ്ട് എല്ലാവരും ഓർത്ത് വെച്ചേക്കുവാ, കാരണം എത്ര കാലം കഴിഞ്ഞാലും മറക്കില്ല, കാരണം ഒത്തിരി വർഷങ്ങൾ സീരിയലിൽ നീളും. ഒരുപാട് വർഷമായിട്ട് ഇപ്പോഴും എന്നെ കണ്ട ഓടി വന്നിട്ട് കൈ പിടിച്ചിട്ട്, പക്ഷെ എനിക്ക് ഷോക്കാണ്, ഞാൻ ലൈഫിൽ കാണാത്ത ആളുകളാണ്. അപ്പൊ എന്റെ കൈ പിടിച്ചിട്ട് അത് അവരുടെ ഹൃദയം എൻ്റെ അടുത്ത് നിൽക്കണ പോലെ എനിക്ക് തോന്നും. അത്രയും അറ്റാച്ച്മെന്റ് അവരുടെ കണ്ണിലേ. അവര് വന്നിട്ട് പറയും ഇനിയും വരില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പൊ ഞാൻ വിചാരിക്കും ഇത് എന്താ ഇത്, പക്ഷെ നമുക്ക് പക്ഷെ ഇത്രയും വർഷമായിട്ട് മറന്നിട്ടില്ല എന്ന് പറയുമ്പോ അതൊരു ഭയങ്കര, അല്ല അത് സിനിമ പോലെ അല്ല, ദിവസവും വന്നു പോവാണ്, മെമ്മറിയിൽ ഭയങ്കരമായിട്ട് കിടക്കും വർഷങ്ങളോളം. ആ കാലഘട്ടത്തിൽ ഒരുപാട് ഇല്ലല്ലോ, അതെ കുറച്ചേ ഉള്ളൂ. അതുപോലെ ഏഷ്യാനെറ്റ് പോപ്പുലർ ഇങ്ങനെ ഒത്തിരി സീരിയലുകളും ഒത്തിരി ചാനൽസും വന്നതില് കുറച്ച് നല്ല 2 സീരിയലാ, ഒന്ന് ഈ സമയവും പിന്നെ ഈ സ്ത്രീ. പിന്നെ ഇത് ഈ സ്ത്രീ ഒരു ചരിത്രമായിരുന്നു, ഏഷ്യാനെറ്റിന്റെ വളർച്ചയുടെ വലിയ ചരിത്രത്തിൽ ഒന്നാണ് സ്ത്രീ. ഇപ്പൊ ഈ സമയം എന്ന് പറഞ്ഞാൽ അന്ത്യയൊക്കെ ആയതുകൊണ്ട് പലപ്പോഴും ആ സമയത്ത് തന്നെ നമ്മള് മൂവ് ചെയ്യണൊക്കെ സമയത്തില്ലേ പ്രായമുള്ള സ്ത്രീകളൊക്കെ വന്ന് നമ്മളെ പിടിക്കും, പതിയെ നടന്നു പോകുന്നൊക്കെ പറഞ്ഞിട്ട്. കാര്യം കണ്ണ് കാണില്ല എന്ന് വെച്ചിട്ട് തന്നെയാണ് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ. ഇനിയും വരില്ല എന്നുള്ള ചോദ്യം വിരാമായി വന്നു. അവർക്ക് വേണ്ടി ചിലപ്പോ ഒന്നുകൂടി വന്നതായിരിക്കാം. ഇനി വീണ്ടും ബ്രേക്ക് എടുക്കാൻ പോവാണെന്നാണ് അതിന്റെ സൂചന. അത് പോട്ടെ, അത് സിനിമ ഇറങ്ങുമ്പോൾ തീരുമാനിക്കട്ടെ. ഈ അടുത്ത് കലാഭവൻ ഷാജോനുമായിട്ടൊക്കെ നിങ്ങൾ ഒരു പാട്ട് പാടുന്ന കണ്ടപ്പോൾ നിങ്ങൾ വ്യത്യസ്തമാണ്. കാരണം മാപ്പിളപ്പാട്ടും ഇതൊക്കെ നമ്മൾ പെർഫോം ചെയ്ത് കണ്ടിട്ടുള്ളപ്പോഴും അങ്ങനെ ഒരു മെലഡി എല്ലാവരും കൂടെ ഇരുന്ന് പാടുമ്പോൾ നിങ്ങളെല്ലാവരും അത് മെലഡികൾ തന്നെ പാടിയപ്പോൾ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചു അയ്യോ ഈ മനുഷ്യന്മാർ ശരിക്കും ഉപയോഗിക്കപ്പെടുന്നില്ലല്ലോ, ഈ ഏരിയയിലും കൂടെ ഉപയോഗിക്കാൻ തോന്നി. നല്ല രസമുള്ള പരിപാടിയായിരുന്നു. തോന്നാറുണ്ട്. അല്ല ഇത് സീതവെല്ലാവരും അത് ഇഷ്ടപ്പെടുന്നു, ഈ പാടിയവരൊക്കെ തന്നെ അത്തരം മെലോഡിയസ് ആയിട്ടുള്ള ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ആദ്യം. നമ്മുടെ ഇഷ്ടത്തിലാണ് ആ പാട്ടൊക്കെ ഉണ്ടാവുന്നത്. ഇതൊരു പറഞ്ഞ് പഠിപ്പിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഈ പാട്ട് നിങ്ങൾ പാട് എന്ന് പറയുന്നതിൽ ഇതില്ല. ഇപ്പോൾ നാഷ്ഖാൻ അത് ഡയറക്റ്റ് ചെയ്ത് ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി. അപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം ഒരു ധാരണയുണ്ട്. അങ്ങനെ തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്തെടുത്ത ഒരു സംഭവമാണ്. ഇന്ന ആളുകളൊക്കെ വെച്ച് നമുക്കൊരു സംഭവം ചെയ്യാമെന്ന് പറഞ്ഞ് നേരത്തെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ നമ്മുടെയൊക്കെ ഫേവറേറ്റ് സോങ്ങിൽ ഒന്നാണ് ഇപ്പോൾ ഞാൻ പാടിയ പാട്ടെന്ന് പറയുന്നത്. ചേട്ടൻ്റെയൊക്കെ പാട്ടുകളിൽ ഇഷ്ടപ്പെട്ട കുറേ ഗാനങ്ങളിലൊന്നാണിത്. അപ്പോൾ അതുകൊണ്ട് അതിനെന്തിക്കാന്ന് പറഞ്ഞു നമ്മളങ്ങനെ ഇരുന്ന്. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഒന്ന് നോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇരുന്ന് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. ഇവിടെ രജനീഷ് ചേട്ടൻ പറഞ്ഞ ഒരു പോയിന്റ് എടുത്തിട്ടാണ്, അതായത് ഉപയോഗിക്കപ്പെടുന്നില്ല. അതായത്
അപ്പോൾ നടന്മാർ പിന്നെ നവാസ്കാരെ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതിനൊരു ഉത്തരം കൂടിയാണ് ഈ സിനിമ. എന്താ കാര്യം? അല്ല അത് അവസരങ്ങൾ വരും എന്നുള്ള എനിക്കൊരു വിശ്വാസമുണ്ട് സാർ. വടി പിടിച്ചിരിക്കണതാ, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. വാ. അല്ലല്ല, അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ച ഒരു ധൈര്യം ഇനി മലയാള സിനിമയിലുള്ള ഡയറക്ടർമാർക്ക് വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം നവാസ്കാർക്ക് അത് അഭിനയിക്കാൻ അറിയാം. അതിന് ആ അവസരങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ് ശരിക്കും നവാസ്ക മാറി നിൽക്കുന്നത്. സിറാജിനെ പോലെ തന്നെ ഇപ്പൊ ഒരുപാട് പേര് അവരുടെ ആഗ്രഹങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ പറയും. അതൊക്കെ പറയാം. സിനിമ എന്ന് പറയുന്നതിന് ഒരുപാട് തലങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്ത് പോകണമല്ല. അതെല്ലാം ഒത്തു വരുമ്പോൾ സംഭവിക്കുന്നതാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ പറയുന്നതിലൊന്നും യാതൊരു കാര്യമില്ല. നമ്മൾ എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്ന് നമ്മൾ കലാരംഗത്ത് തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ വിട്ടിട്ട് വേറെ പ്രൊഫഷനിലേക്ക് പോയിട്ടില്ല. ഈവൻ സ്റ്റേജ് ആണെങ്കിലും ചാനലാണെങ്കിലും ഒക്കെ നമ്മൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ മറ്റുള്ള പെർഫോമൻസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പല രീതിയിൽ. അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച ആ ഒരു ഗ്യാപ്പോ അത്തരത്തിലുള്ള ഒരു അവസാനം അന്വേഷണത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല, അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിരുന്നു കേട്ടോ. ഭയങ്കര രസമുള്ള സിനിമയായിരുന്നു. അപ്പൊ നമ്മൾ മുമ്പ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞതിനെ കുറിച്ച് നമ്മൾ ബോധവാനാണ്. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ വരുന്നതൊക്കെ കഴിവിന്റെ പരമാവധി നന്നാക്കാൻ ശ്രമിക്കണം. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വ്യത്യസ്തതകൾ കൊണ്ടുവരുന്നതിൽ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷങ്ങൾക്ക് മുമ്പാണ് പാലക്കാടൻ ഗംഗയെ കൊണ്ടുവന്നില്ലേ. പാലക്കാടൻ ഗംഗയും പാലക്കാടൻ നകുലനും ഇന്നത് പലരും പല സ്ലാങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അന്നതൊരു ഓഡിയോ വെച്ച് ഒരുപാട് പേര് പെർഫോം ചെയ്തിട്ടുണ്ട്. ഫാമിലീസ് ഒക്കെ തന്നെ പെർഫോം ചെയ്തു. അത് പുതുമയായിരുന്നു. അതേപോലെ പപ്പു ചേട്ടൻ നമ്മൾ ഏറ്റവും രസമായിട്ട് ആസ്വദിക്കുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളാണ്. മാള രവീന്ദ്രൻ, പപ്പു ചേട്ടനൊക്കെ നമ്മളിപ്പോഴും റീവാച്ച് ചെയ്യുന്ന, അതായത് ഇപ്പോൾ ഒരു സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കട്ട്സ് കിട്ടും, സിനിമ കട്ട്സ്. നമ്മുടെ കമ്പനി അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ കട്ട്സ് നമ്മൾ അറിയാതെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കട്ട് കാണും, നമ്മൾ അവിടെ നിന്ന് കാണില്ലേ. അതിൽ ഇവരുടെയൊക്കെ പെർഫോമൻസ് ഉണ്ട്. അതേപോലെ നിങ്ങളുടെ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ കട്ടായിട്ട് വരില്ലേ. ഇപ്പൊ വൈറലാകുന്ന കുറേ സംഭവമുണ്ട് ഇതുപോലെ തന്നെ. 10-20 വർഷം മുമ്പൊക്കെ നമ്മൾ ചെയ്തു വെച്ച പല സീക്വൻസും തന്നെ വരുന്നുണ്ട്. പല പടങ്ങളിൽ വന്നിട്ടുള്ളത് തന്നെ. അത് റീവാച്ച് അവർക്ക് യൂത്തിന് അത് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവരൊക്കെ തന്നെയാണ് ഇതിന്റെ പുറകിലുള്ളത്. അതെ അതെ, ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളത്. അത് വലിയ സന്തോഷമാണ്. അത് ഇടയ്ക്ക് ഇതേപോലെ പോപ്പപ്പ് കയറി വരുമ്പോ എന്താണ് അത് നമ്മൾ അറിയാതെ വരുന്നൊരു സാധനമാണ്. നമ്മള് അതൊന്നും ഓർക്കുന്ന പോലില്ലല്ലോ. ഇപ്പൊ ഒക്കെ അത് സ്വീകരിക്കുകയോ അത്തരം തമാശകൾ എടുക്കുമോ ഒന്നും നമ്മൾ ചിന്തിക്കുന്ന പോലില്ല. അത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ പലരും പല മൂവീസും കണ്ടിട്ടില്ല. അപ്പൊ കുട്ടികളായിരിക്കും ചിലപ്പോൾ കൊണ്ടുവന്ന് ഇത് നോക്കൂ, ഇത് ഇപ്പൊ ചെയ്തതാ, ഇത് ഏതാന്ന് ചോദിച്ചിട്ട് എന്നിട്ട് അവർ ആ മൂവി എടുത്ത് കാണും. അങ്ങനെ കണ്ടിട്ട് സൂപ്പർ സ്റ്റാർ പടങ്ങളല്ലാത്ത സിനിമകളൊക്കെ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ അത് വിട്ടുപോയിട്ടുണ്ടാവും. അതിനുവേണ്ടി സെർച്ച് ചെയ്ത് കാണാൻ വഴിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള ക്ലിപ്പുകൾ വരുമ്പോഴാണ് അവര് ഇത് പടത്തില് നോക്കിയിട്ട് അത് ഭയങ്കര സന്തോഷമുള്ളൊരു പരിപാടിയാണ്. ഇവർ രണ്ടാളും കൂടെ വരുമ്പോ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ മനസ്സിൽ കണ്ടതുപോലെ വന്നിട്ടുണ്ടോ പടത്തിൽ? തീർച്ചയായിട്ടും അവർ രണ്ടുപേരും വന്നതുകൊണ്ടാണ് ആ സിനിമ ഇങ്ങനെ ആയത്. ഈ മനുഷ്യനിപ്പോ ഇച്ചിരി കൂടെ സുന്ദരനായിട്ടുണ്ട്, കുറച്ച് വണ്ണം കുറച്ചല്ലേ? അതെങ്ങനെ റഹനയുടെ കൈയാണോ അതിനകത്ത്? അതെന്റെ സിനിമക്ക് വേണ്ടി ഞാൻ വണ്ണം കുറക്കാൻ പറഞ്ഞു. മൂവി അത് ടിക്കറ്റ് ആക്കില്ല, ആ മൂവിക്ക് വേണ്ടി കുറച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ രോഹിതിന്റെ പടം ചെയ്യുന്നത് മറ്റേ ആസിഫ് അലിക്ക് അഭിനയിക്കുന്നത് ഞങ്ങള് 4-5 പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഭവം നോട്ടബിൾ ആയിട്ട് ക്യാരക്ടറാണ് അത്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഞാൻ ചെല്ലുമ്പോ ബിരിയാണിയൊക്കെ മാറ്റി വെച്ചോ? അല്ലല്ല, ഞാൻ ചെല്ലുമ്പോ നവാസ്കാർ നമ്മൾ ഭയങ്കര സുന്ദരനാണല്ലോ, എപ്പോഴും സുന്ദരനാണ്. അപ്പോഴും നമ്മൾ ഭയങ്കര ഗ്ലാമർ. അപ്പൊ ഞാൻ പറയാം എനിക്ക് ഈ സിനിമയിൽ നവാസ്കാർ ഗ്ലാമർ വേണ്ട. കാരണം ഇത് ഗ്ലാമർ ഇല്ലാത്ത ഒരു സാധാരണക്കാരൻ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, സിറാജ് ആദ്യമേ പറഞ്ഞു ടോട്ടലി നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ഒക്കെ കുറച്ച് താടിയും കാര്യങ്ങളൊക്കെ വെച്ച് ഇതൊക്കെ ആ ക്യാരക്ടർ അതാണ്, ഒരു ഡള്ളായിട്ടുള്ള ക്യാരക്ടറാണ്. അത് മാത്രമല്ല ക്ഷീണിതനായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് വേണ്ടി മാത്രം ഏകദേശം ഒരു 10 കിലോ ഞാൻ കുറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ നിന്നുള്ള മാത്രമല്ല, നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് ശ്രദ്ധിച്ചു. കാരണം മറ്റേ ബ്രേക്ക് വന്നിരുന്നു. അപ്പോൾ ഇത് ഫുൾ ഇതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള സമയം കിട്ടി. അപ്പൊ അങ്ങനെ നന്നായിട്ട് കുറച്ചിട്ടാണ് അതിൽ കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഫുഡി ആയിട്ടുള്ള ഒരാളെ എങ്ങനെ ഈ ടെംപ്ടേഷനെ കുറച്ച് വെച്ച് പിടിച്ചു വെച്ച് എങ്ങനെയാ? നമുക്ക് സാധിക്കാത്ത കാര്യമാണ്. ഉള്ളി ഭക്ഷണം തന്നില്ലല്ലോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു സിനിമ എന്നതുകൊണ്ട് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ ഞാൻ പഴയതുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞപ്പോ പറഞ്ഞു സത്യം പറഞ്ഞ വണ്ണമൊന്നും കുറയ്ക്കേണ്ടതല്ല, പക്ഷെ എൻ്റെ ഒന്നും ഇല്ലാത്ത അങ്ങനെയല്ല കേട്ടാ. അതായത് സിറാജ് നമുക്ക് ആവശ്യപ്പെടുന്നതെല്ലാം എത്തിക്കും, പക്ഷെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും. കാര്യം ഈ ഒരു വണ്ണം കുറവും കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ ഇതിന് കോസ്റ്റ്യൂമൊക്കെ ആണെങ്കിലും ഒക്കെ ആ ടൈപ്പ് ഒരു നോർമൽ ഫാമിലി, സാധാരണക്കാരായിട്ടുള്ള ഒരു ഫാമിലിയുടെ ഒരു സംഭവമാണ്. അതിലൂടെ പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്തൊരു കണ്ടന്റ് ഉണ്ട്. നമ്മളെ അട്രാക്ട് ചെയ്തു, അതാണ്.
അതിപ്പോൾ നമ്മളിപ്പോൾ പറയണ്ട. അത് ഞങ്ങൾ രണ്ടുപേരും അതിലേക്ക് വന്നതിൻ്റെ പ്രധാന കാര്യം ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ സിറാജിനെ സംബന്ധിച്ച് പറഞ്ഞാൽ സിറാജിൻ്റെ സ്വപ്നമാണ് ഈ സിനിമ. ആദ്യത്തെ സിനിമ എന്നുള്ളത് മാത്രമല്ല, ചെയ്യുമ്പോൾ എന്തിനാണ് സിനിമ ചോദിച്ചതെന്ന് ആരും പറയരുത്, അങ്ങനെ ചോദ്യം വരരുത്. അതെപ്പോഴും ഒരു ഡയറക്ടറാണ് എഴുത്തുകാരനാണെങ്കിലൊക്കെ ചിന്തിക്കുന്നവർക്കുള്ളൊരു ഒരു ആഗ്രഹമാണല്ലോ. അപ്പോൾ അതുണ്ടായിരുന്നു, അത് നമുക്ക് മനസ്സിലായി. കാരണം ഇത് എന്തിനാണ് ഈ സിനിമ ചെയ്തത്, ഇങ്ങനെ ആ സിനിമ താൻ ആദ്യമായിട്ട് പടം ചെയ്യണം, അതെനിക്കൊരു സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട്. നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അങ്ങനെ, എങ്ങനെയൊക്കെ അത് ഇറക്കണം. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ സംഭവം പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ത്രെഡ് ഇഷ്ടപ്പെട്ട് നമ്മളെ ഇരുകഴിഞ്ഞിട്ട് സ്വീകരിച്ചൊരു പ്രൊഡ്യൂസറുണ്ട്, സലീം മുതുവമ്മ. അദ്ദേഹം കുന്നംകുളത്തുകാരനാണ്, അദ്ദേഹം പ്രവാസിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് എത്ര നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ അത് പറയാതെ പോയി കഴിഞ്ഞാൽ നന്ദികേടായി പോകും. കാരണം അതോടൊപ്പം എനിക്കൊരു നന്ദിയും കൂടെ പറയാനുണ്ട്. നിങ്ങളുടെ ഈ കലാഭവൻ്റെ കാലഘട്ടത്തിൻ്റെ കഥകളെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര കേട്ടാലും മതി വരില്ല. നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് ബോറടിക്കില്ല. കാരണം എന്നറിയോ, നിങ്ങളെ ട്രൂപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ആവർത്തിച്ച് ഈ കലാഭവൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഈ ട്രൂപ്പുകൾ പ്രവർത്തിക്കുന്ന ഒരു രീതി, അതിനകത്ത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മകൾ നമുക്ക് പെട്ടെന്ന് വരും. ആ കലാഭവൻ്റെ കാലഘട്ടമില്ലേ, അതൊരു ഭയങ്കര പല ആശങ്കകൾ ഉണ്ടായിരുന്ന ഒരു കാലമായിരിക്കും. പക്ഷെ അത് പിൽക്കാലഘട്ടത്തിൽ നിങ്ങൾ ഓർക്കുമ്പോൾ എല്ലാം തമാശകളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് ഭയങ്കര സുഖകരമായൊരു കാലഘട്ടമായിരുന്നില്ലേ സത്യത്തിൽ ഇന്ന് ഓർക്കും? അയ്യോ അത് അതിൻ്റെ 1 month ഒക്കെ ഇപ്പോൾ അതെങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കണമെന്നില്ല. അപ്പോൾ ഒരു 30 അല്ലെങ്കിൽ 31 ദിവസത്തിനകത്ത് 28 ദിവസം കണ്ടിന്യൂസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ ഇപ്പോൾ നോർമലി എല്ലാ ട്രൂപ്പുകൾക്കാണെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട്, വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ സീസൺ എന്ന് പറയുന്ന ഒരു ഉത്സവം ആ സീസണിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉറക്കമില്ല. ഞങ്ങളൊക്കെ വേണ്ടി ചിലപ്പോൾ ഞങ്ങൾ മ്യൂസിക് ചെയ്യും, ഇങ്ങനെയൊക്കെ മ്യൂസിക് എടുക്കും. ചില സമയത്ത് മറ്റേ സാധനം വരില്ല. അപ്പം അങ്ങനെ കുറച്ച് ഉറങ്ങും. പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ അവിടെ എത്തുമ്പോൾ മനസ്സിലായ. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു മിംസ് പരേഡ് ആണെങ്കിൽ 6-7 പേരൊക്കെ ഒരുമിച്ചുള്ള സംഭവമാണ്. ഇത് കൂടാതെ ഗാനമേളയുടെ ഗ്യാപ്പിൽ ഞാൻ തുടങ്ങുന്ന അങ്ങനെയാണ്. എൻ്റെ ഒരു ഷോ കുന്നംകുളത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ ഫസ്റ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിനുവേണ്ടി KS പ്രസാദ് അദ്ദേഹമാണ് എനിക്കൊരു വഴികാട്ടി എന്ന് പറയുന്നത്. അപ്പോൾ കലാഭവനിലേക്കുള്ള അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. എന്നെ കണ്ടപ്പോൾ തന്നെ അഭിലച്ചൻ, ഈ പാലുകുടി മാറാത്ത കൊച്ചിനെ കൊണ്ടാണോ പ്രസാദേ പ്രോഗ്രാം വന്നിരിക്കുന്നത് പറയും. എൻ്റെ മൊത്തം ദാരിദ്ര്യവും എൻ്റെ മുടിയൊക്കെ ഈ പൂച്ചയ്ക്ക് ദേഷ്യം വന്ന പോലുള്ളൊരു സാധനം, മുടിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. മൊത്തത്തിൽ ഇതിങ്ങനെ സ്റ്റേജിലേക്ക് പറ്റിയ ആളല്ല എന്ന് അച്ഛന് മനസ്സിലായി. മാത്രമല്ല എൻ്റെ പ്രായം വളരെ ചെറുപ്പമാണ്. അപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ കലാഭവൻ്റെ ആ സ്റ്റേജിൽ 3 പേരാണ് കയറേണ്ടത് മിമിക്രിക്ക്. ആ 3 പേരും വേറെ ഏതോ പരിപാടിയും കാര്യം കമ്മിറ്റ് ചെയ്ത് പോയി. അന്ന് വല്ലാത്തൊരു അവസ്ഥയാണ് ആ സ്റ്റേജ്. അപ്പോൾ ഒരാൾ കയറിയേ പറ്റുള്ളൂ. അപ്പോൾ തലേ ദിവസം എൻ്റെ ഒരു ഭാഗ്യത്തിന് പ്രസാദേട്ടൻ്റെ വീടിൻ്റെ പരിസരത്ത് എനിക്കൊരു പ്രോഗ്രാം കിട്ടി. എൻ്റെ ഉമ്മയുടെ വീട് ഇവിടെയാണ്, നോർത്തിലാണ്, പുല്ലപ്പടി. അപ്പോൾ ഓണമായിട്ട് ബന്ധപ്പെട്ടൊരു പരിപാടി ഞാൻ ചെയ്യുന്നു. പ്രസാദേട്ടനത് കാണുന്നു. അദ്ദേഹത്തെ എനിക്ക് സലീം എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, തൃശ്ശൂരുള്ള സലീം, അത് പരിചയപ്പെടുത്തി. അങ്ങനെ കൊടുത്തു. ശരി എന്ന് പറഞ്ഞാൽ ഓക്കെ കാണാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നു. ഒരു പ്രതീക്ഷയില്ല. അടുത്ത ദിവസം രാവിലെ പ്രസാദേട്ടൻ വരികയാണ് എൻ്റെ വീട്ടിലേക്ക് സ്കൂട്ടറും കൊണ്ട്. എന്നെ കൊണ്ട് പോവാണ്. എടാ ഒരു പ്രോഗ്രാം ഉണ്ട്, നീ വന്ന്. ഞാൻ പറഞ്ഞു ഇത്ര പെട്ടെന്നോ? അപ്പം ഞാനവിടെ ചെന്നേക്കാം. അപ്പോൾ കലാഭവൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ജീവിതത്തിൽ ഇവിടെ ഒന്നും കയറാൻ പറ്റില്ല നമുക്ക് തന്നെ അറിയാം. എന്നാലും ഒരു ആഗ്രഹം, ഓഫീസൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് പോരായിരുന്നു. പക്ഷെ എന്നാലും പേടിയാണ്. അങ്ങോട്ടാണ് കൊണ്ടു ചെന്നിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഈ ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് ഗ്യാസ് മൊത്തം പോയി. പിന്നെ അച്ഛന് തന്നെ അറിയാം ഇത് എവിടെയും ചെയ്യാതെ പറ്റില്ലല്ലോ. നന്നായി വരും കേട്ടോ, ഹാപ്പി ആയിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടു. ഇതേ സംഭവം തന്നെ അവിടെ ചെന്നപ്പോഴും അത് ആ ഇൻ്റർവെൽ സമയത്ത് 3/4 മണിക്കൂറാണ് ആ ഇതിൻ്റെ സമയം, ഗാനമേളയുടെ ഇടയിൽ. അപ്പോൾ എന്നാ മറ്റേ മിമിക്രിക്കാർ കയറ്റിക്കും എന്നൊരു കമ്മിറ്റിക്കാർ വന്നു നോക്കിയപ്പോൾ ഞാൻ നിൽക്കുകയാണ് ഇങ്ങനെ പട്ടിണി പോലെ. അപ്പോൾ ഇയാളാണ് കാരണം, ഈ കുട്ടിയോ, ഈ പയ്യനോ, മിമിക്രിക്കാരെവിടെ? അപ്പോൾ അല്ല ഇത് പുള്ളിയാണ് ചെയ്യുന്നത്, ഇതേത് അവർക്ക് ഒരു പരിശോധന. അങ്ങനെ അവരും ഈ അവസ്ഥ, അച്ഛൻ്റെ അവസ്ഥയായി. കാരണം ഇത് ആരും കയറിയേ പറ്റുള്ളൂ, മിമിക്രിക്ക് അനൗൺസ് ചെയ്തേക്കല്ലേ. അങ്ങനെ നമ്മൾ കയറുകയാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ അങ്ങനെ സിസ്റ്റത്തിൽ ഞാൻ ഫസ്റ്റ് ടൈം ആ പ്രോഗ്രാം ചെയ്യും. ഇവരൊരു സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ എക്കോ സംഭവങ്ങളൊക്കെ വെച്ച് റൂബറൊക്കെ വെച്ചിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് ഉണ്ടല്ലോ, അത് ഞാൻ ഫസ്റ്റ് ടൈം. അപ്പോൾ ഞാൻ മറ്റു സ്ഥലങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കൊരു സിംഗിൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ സ്കൂൾ പ്രോഗ്രാമിനോ അതല്ലെങ്കിൽ അല്ല അമ്പലപ്പരിപാടിക്ക് ചെയ്യുന്ന പോലെ അല്ല.
ഇതിന് മൊത്തത്തിൽ കളർ മാറി. അത് കർട്ടൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, ഒരു വെസ്റ്റേൺ മ്യൂസിക് കൂടി ഞാൻ തുടങ്ങി. ഇവർ തുടങ്ങിയപ്പോൾ ഇത് ഞാൻ തന്നെ കിടുങ്ങ ഈ ശബ്ദം കേട്ടിട്ട് അപ്പുറത്ത്. പിന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്ന സിംഗിൾ സംഭവമല്ലേ, വേറെ സംഭവങ്ങളൊക്കെ കയറി അതിൻ്റെ കൂടെ കമ്പ്യൂട്ടറൊക്കെ വരും, തിയേറ്ററിൽ മറ്റേ കർട്ടൻ മുകളായിരിക്കും. അതന്നെ. അപ്പോൾ അനൗൺസ്മെന്റ് ഞാൻ ആരംഭിക്കുന്നു പറയാൻ എന്നെ കാണുന്നില്ല, കർട്ടൻ മാത്രം പോകണം. ആ കർട്ടൻ പൊങ്ങി വരുമ്പോൾ ഒരു പട്ടിണിക്കോലം ഉള്ള ഒരുത്തൻ, അവന്റെ വായിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ വരുന്നു. ഇതാണ് കാണുന്ന ആളുകളുടെ കാഴ്ചപ്പാട്. അതിന് കിട്ടുന്ന ഒരു അപ്ലാസ് ഉണ്ട്. ആരോഗ്യം വെച്ചിട്ടൊന്നും വരേണ്ടതല്ല, പക്ഷെ എന്തൊക്കെ വരുന്നു, ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കാൻ. അങ്ങനെ കയ്യടി വന്നപ്പോൾ ഭയങ്കര ആരവമായത്. ഞാൻ തന്നെ അപ്പൊ എനിക്ക് പിന്നെ എന്തൊരു എനർജി കയറി. പിന്നെ നമ്മൾ അന്നൊരു ദൂരദർശനമൊക്കെ ഉള്ളൂ, തിരനോട്ടം പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ആഴ്ചയിൽ വന്നു പോകുന്നത്. അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഓരോ ആഴ്ചയിൽ വന്ന ക്യാരക്ടേഴ്സ് സംഭവങ്ങളൊക്കെ വെച്ച്. പിന്നെ ഒന്നുണ്ട് സ്റ്റാർസ് സംഭവം. അന്ന് ഫീമെയിൽ നമ്മൾ പലവരും എടുത്ത് വരുന്നില്ല, അന്ന് ഫിലോമിന ആ ക്യാരക്ടറൊക്കെ ഞാൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇപ്പോഴും അത്തരത്തിലൊരു അപ്രീസിയേഷൻ, അത്തരത്തിലൊരു പഞ്ചുള്ള വീതി ഉണ്ടാകുന്ന പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഒരാളെന്ന നിലയ്ക്ക് അപ്പം അന്ന് ഇവർ പിന്നെ ഈ പറഞ്ഞ ആളുകളൊക്കെ വന്ന് നമ്മളെടുത്ത് പോക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഭയങ്കര ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം പിന്നെ അച്ഛൻ എന്നോട് തിരിച്ചു ചോദിക്കാണ്, തനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ടോ? എൻ്റെ ആദ്യത്തെ പ്രതിഫലം 75 രൂപയാണ്. അച്ഛനെങ്ങനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഒരുപാട് കലാകാരൻ. എനിക്ക് പാസ്പോർട്ട് എടുക്കുന്നത് അച്ഛനാണ് ഒറ്റ ദിവസം കൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഗൾഫിലും അമേരിക്കയിലും എല്ലാ സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ ഫസ്റ്റ് യാത്ര എന്ന് പറയുന്നത് കലാഭവൻ്റെ കൂടെ. അതുപോലെ നവാസൊക്കെ ഇവിടെ കിട്ടിയിട്ട് ഒരു മിമിക്രി എന്തെങ്കിലും കാണിക്കാതെ വിടുന്നത് മോശമാണ്. ഏതെങ്കിലും അങ്ങനെ പറഞ്ഞൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്നതൊന്നും പെട്ടെന്ന് മിമിക്രി എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സംഭവം ചെയ്തിരുന്നത് വെച്ചാൽ, ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങളെ അമ്മയുടെ കുടുംബസംഗമം ഉണ്ടായിരുന്നു. അതിനകത്ത് മാറ്റർ മാറ്റിയ ഒരു ഇതുണ്ട്. പപ്പുച്ചേട്ടനെ ഇപ്പോൾ ചോദിച്ചല്ലോ, അതായത് പപ്പുച്ചേട്ടനെ നമ്മൾ ഭയങ്കര ഫെമിലിയർ ആയിട്ട് കിടക്കുന്ന ഒരു ഡയലോഗ് എന്ന് പറയുന്നത് താമരശ്ശേരി ചുരമാണ്. ആ പുള്ളി ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അത് ഒറ്റ സിംഗിൾ ഷോട്ടാണ്. നമ്മൾ ഇരുന്നത് നോക്കി അറിയാൻ പറ്റും. ഇടയ്ക്ക് എനിക്ക് 1-2 ഷോട്ട് മാത്രമേ ക്ലോസ് ഒക്കെ പോയിട്ടുള്ളൂ, ബാക്കി ഒരു ലെങ്തി വൈഡ് ഷോട്ടാണത്. അതിലിങ്ങനെ തുടങ്ങി നടന്നു വരും. പുള്ളി അവിടെ നിന്ന് ഈ റോഡ് ഇത് ചെയ്തത് ഇതൊക്കെ മുട്ടക്കാട്ട് സാധനം ഇങ്ങനറിയില്ലേ നമ്മുടെ താമരശ്ശേരി ചുരം, ഇത് നമ്മുടെ താമരശ്ശേരി ചുരന്ന് അങ്ങനെ പറഞ്ഞാണല്ലോ പോണത്. അപ്പോൾ ഇതിൻ്റെ ഒരു മാറ്റർ നമ്മൾ മാറ്റി ഒരു സംഭവം ചെയ്തു. ഇപ്പോൾ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഇയാൾ നടന്നു വരുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്യും, ഈ സംഭവത്തിൽ മാറ്റർ ഒന്ന് മാറ്റുകയാണ് എന്ന് പറയും. ഈ ഫാഷൻ ഷോ അതിന് നമ്മൾ കുറേ കണ്ടേക്കുന്നത്. അല്ല ഇങ്ങനല്ലേ നമ്മുടെ അമ്മയുടെ പ്രോഗ്രാം, നമ്മുടെ അമ്മയുടെ കുടുംബസംഘം വന്ന് ഈ പരിപാടിക്ക് നമ്മൾ ഡാൻസ് ചെയ്യാൻ പോയി. അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കര തിരക്കല്ലേ, ഈ പഹയന്മാരുണ്ടോ ഒന്ന് പിടിച്ചാലോ തല്ലാലോ മാറുന്നത്. ഒരു കാര്യമാണ് വലിപ്പത്തിൽ നമ്മൾ ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ മാറി അപ്പം തന്നെ ചെയ്തും തലയും കുറിച്ച് അയക്കാണ് വിട്ടില്ലേ. നമ്മുടെ രവീന്ദ്രന്റെ ഡാൻസ് പോലെ നമ്മളിങ്ങനെ പറന്ന് കളിക്കുകയാണ്. അങ്ങനെ സാധനം കണക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ കുറേ മാറിയിട്ടുണ്ട്. ഇപ്പം മഹേഷ് കുഞ്ഞുമോനെ പോലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് കുറെ കൂടെ മിമിക്രിയെ നമ്മൾ ഒരു കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയിരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാവുന്നുണ്ട്. അത് കാണുമ്പോൾ ഈ മുംബൈ നടന്ന ആളെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹാപ്പി ആവില്ലേ? ഇതിന് അത് വെച്ചാൽ ഇൻവോൾവ് ആണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ ഡ്യൂപ്പ് വരെയുള്ള സംഭവത്തിലേക്ക് തിരിയും നമ്മൾ. ഈവൻ ആ കോസ്റ്റ്യൂം, ആ ഫിഗർ പിടിച്ച്, അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ നോക്കുമ്പോൾ ശബ്ദത്തിന് ഒരു ഇത്തിരി വേഷം വന്നാൽ പോലും അത് പ്രശ്നമായിട്ട് തോന്നിയിരുന്നില്ല. ഇപ്പം ഈ വരുന്നതൊക്കെ ഇപ്പം നിലവിൽ പെർഫെക്റ്റ് ആയിട്ട് ശബ്ദത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ പോലും നമ്മൾ പിടിക്കും. ഭൂരിഭാഗം അന്ന് ചെയ്തിരുന്ന മുഴുവൻ നിറ ഫിഗർ കൂടി കണക്ട് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ സുരേഷ് ചേട്ടനായിട്ട് നമുക്കൊരു പകുതിയെങ്കിലും 50% നമ്മൾ അംഗീകരിക്കുന്ന രീതിയിലാണ്. മമ്മൂക്കായിട്ട് വരുമ്പോൾ, ലാലേട്ടനായിട്ട് വരുമ്പോൾ. ഇപ്പോൾ ഇന്ന് ഫിഗർ മാത്രം ചെയ്യുന്ന ആളുകളുണ്ട്, അത് ശബ്ദം മാത്രം അനുകരിക്കുന്നവരുണ്ട്. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും ഇത് രണ്ടും കൂടി ചെയ്യുന്ന സംഭവമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ സിനിമയിലുള്ള മാറ്റം എന്താണോ അത് തന്നെ ഇപ്പോൾ ഈ മിമിക്രിയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാലഘട്ടത്തിനനുസരിച്ചുള്ള പിന്നെ പുതിയ ചിന്തകൾ വരുമല്ലോ, എല്ലാവരും അവരായിട്ടുള്ള കോൺട്രിബ്യൂഷൻ വരുമല്ലോ. അതിൽ മഹേഷൊക്കെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം മഹേഷൊക്കെ ഡബിങ് വരെ ചെയ്യുന്ന ആളാണ്. ഞാനും എൻ്റെ നമ്മുടെയൊക്കെ ഒരു ഇതെന്ന് പറയുന്നത് എപ്പോഴും ഒരു സിനിമ ഡയലോഗ് എന്നുള്ളത് വിട്ടിട്ട് അവരുടെ എല്ലാ മാനറിസവും പഠിച്ച്
എന്ത് ഡയലോഗ് തന്നാലും പറയാൻ പറ്റും, അത് അവരെ പോലെ അതിലേക്ക് പറയണം. വരണം. അപ്പൊ നമുക്ക് ഓരോ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഈ അഭിനയിക്കാൻ പോകുന്നുണ്ട്, മിമിക്രി ചെയ്തൊരു കാലഘട്ടവും ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ പോകുമ്പോൾ പോയി കാണാറുണ്ട് അല്ലേ? ഇപ്പോഴും സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുമ്പോൾ പോയി കാണാറുണ്ട്. ലാസ്റ്റ് വന്നിരുന്നവര് അമ്മയുടെ പ്രോഗ്രാമിന് പോയിരുന്നു. പിന്നെ കുഞ്ഞ് ചെറുതായിരുന്ന സമയത്ത് ഗൾഫിലൊക്കെ പോയിട്ടുണ്ട്. ഇവിടെയൊന്നും അങ്ങനെ കൊണ്ടുപോകാറില്ല. കാര്യം നമ്മളെ കെയർ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ നവാസ്ക ആണെങ്കിൽ ഈ സ്റ്റേജിലേക്ക് പോയാൽ ഭയങ്കര വേറൊരു മൈൻഡ് മൂടുമാണ്. അപ്പൊ നമ്മളെയും കൂടി കൊണ്ടുപോകുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ കാണാൻ. എങ്കിലും പുഷ് ചെയ്ത് ഏതിലേക്ക് പോകണം, ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് പുഷ് ചെയ്യാറില്ല ഒന്നിലും? ഞാനോ? അല്ല അത് ചെയ്യൂ ഇത് അങ്ങനെയൊന്നുമില്ല. നവാസ്കാക്ക് കുറെ ഇഷ്ടമായിരുന്നു. ഓരോരുത്തരും ഓരോ പേഴ്സൺസ് അല്ലേ. നവാസ്കാക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ വന്ന് പുറത്തേക്ക് പോകണമെന്ന് പുഷ് ചെയ്തല്ലേ? നവാസ്കാക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റേജ് പെർഫോം ചെയ്യാൻ ഇഷ്ടമാണ്. എല്ലാം എനിക്ക് ഈക്വലൈസ് തന്നെ തോന്നിയിട്ടുള്ളൂ. കാരണം സിനിമ ചെയ്യുവാണേലും അതെ, അതും ഇതുപോലെ തന്നെ ഭയങ്കര ഹോംവർക്ക് ചെയ്ത് ഭയങ്കര അത്രയും ഇത് ചെയ്താൽ ഞാൻ പറയും ഇങ്ങനെ പല ആർട്ടിസ്റ്റുകളും ചിലപ്പോൾ സില്ലി ആയിട്ടായിരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. എന്ത് ചെയ്താലും അതിന്റെ അങ്ങേയറ്റം ചെയ്ത് വെക്കണം എന്നുള്ളത്. ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ. പാട്ടിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമുക്ക് സിനിമയിലെ പാട്ടിലേക്ക് വരേണ്ടതുണ്ട്. അതിന് മുമ്പ് ഒരു മാപ്പിളപ്പാട്ട്, ആ സ്പീഡില്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അത് ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് പാടിയാൽ, മാപ്പിളപ്പാട്ട് മതി, മാപ്പിളപ്പാട്ട് മതി. മലക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാക്കൾ കോണിൽ സുവർക്കവും കണ്ട്. മലക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാക്കൾ കോണിൽ സുവർക്കവും കണ്ട്. ഓ, ഈ ബേബി ജി, ഡബ്സി ഒക്കെ മലബാറിൻ്റെ പാട്ടുകളും കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ അവരുടെ സോങ്സിൻ്റെ ഒരു ഇൻഡി സോങ്സിൻ്റെ ഒരു റെൻഡറിങ് നടക്കുന്നത്. ഇൻഡി സോങ്സ് ഭയങ്കരമായിട്ട് അവർ കയറ്റിക്കൊണ്ടുവരുന്ന ആൾക്കാരാണ്. ഇതൊക്കെ കാണുമ്പോൾ പുതുമയുള്ള രീതിയിൽ ഇത് വരുമ്പോൾ ആ സമയത്ത് നവാസക്കയുടെ മനസ്സിൽ തോന്നുന്നത് എന്താണ്? ഒരു ഹാപ്പിനെസ് ആണോ? അതേ അപ്പുറത്തേക്ക് ഇതിനെ കുറച്ചുകൂടെ ആർക്കൈവ് ചെയ്യല്ലേ? അത് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ജനറേഷൻ്റെ ഒരു മാറ്റം അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നതാണ്. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആസ്വാദനങ്ങളും ഒക്കെ എന്തോ ആയിക്കോട്ടെ, നമ്മളൊക്കെ അവരെക്കാൾ ഇവ രക്ഷയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉള്ള അത് ആസ്വദിക്കുന്ന യൂത്ത് ഉണ്ടല്ലോ, അതിന് മുൻപുള്ളവരാണല്ലോ നമ്മൾ. അപ്പം നമ്മൾ മുമ്പ് ആസ്വദിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിരുന്ന കാര്യങ്ങൾക്കൊന്നും അവർക്ക് അവസരം കിട്ടിയിട്ടില്ല. അതെന്താണെന്ന് അവർക്ക് അറിയില്ല. നമുക്ക് ഇനി പറഞ്ഞു കൊടുക്കാനും ജസ്റ്റ് കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. അത് അനുഭവിക്കുക എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ്. ഇപ്പം ഞാൻ മെലോഡിയസ് ആയിട്ടുള്ള ഗാനങ്ങൾ വെക്കും, അപ്പുറത്ത് മോഹൻ വെക്കുമ്പോൾ ചിലപ്പോൾ വെസ്റ്റേൺ സംഭവങ്ങൾ വെക്കുന്നുണ്ടാവും. എൻ്റെ ഫാദറിലോ സന്യാസിനി നിൻ അത് വെച്ചിട്ടാണ് പുള്ളി വ്യായാമം ചെയ്യുന്നത്. നമുക്ക് ഇത് ഓൾറെഡി മെമ്മറി ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. പിന്നെ ചിലപ്പോൾ ഇതിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇതിലേക്ക് വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും. ഞാനത് വരാൻ തയ്യാറാകുന്ന ആളാണ്, വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്, ഞാനത് അംഗീകരിക്കുന്ന ആളാണ്. കാരണം എല്ലാത്തിനെയും ആസ്വദിക്കാൻ പറ്റിയാലാണ്. ഇപ്പോഴത്തെ സിനിമകളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ പല പടങ്ങളും, ഇപ്പോൾ ന്യൂജൻ എന്ന് പറഞ്ഞു വരുന്ന സിനിമകളും അതിലെ തമാശകളും ഒക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മളത് ഇഷ്ടപ്പെടണമല്ലോ. അതെ ആ ടൈപ്പ് സംഭവം നമ്മൾ അതൊന്നും അങ്ങനെയല്ല എന്ന് പറയുന്നതിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഈ പ്രശ്നമുള്ളൂ. അത്രേ ഉള്ളൂ. ഇതിലെ പാട്ടുകളെ കുറിച്ച് പറയൂ. ലിറിക്സ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഈ സിനിമയിൽ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഗാനരചന, സംഗീതം, പിന്നെ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. പോസ്റ്റർ വരെ ഒട്ടിച്ചിട്ടുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റാണ് നമ്മുടെ മുമ്പിൽ ചെയ്തേക്കണേ. സീരിയസ് ആയിട്ട് പറഞ്ഞു, അയാളെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അല്ല, അതിന് പുറകിൽ ചെയ്തേക്കുന്ന ആളെന്നുള്ള ഇതിൽ ചിലപ്പോൾ എൻ്റെ പേര് പറയാം. കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ സിനിമയില്. ഈ ഗാനത്തിൽ 5 ഗാനങ്ങളാണ് ഉള്ളത്. അതിനകത്ത് 5 ഗാനങ്ങളുടെയും ഗാനരചന നടത്തിയത് ഞാൻ തന്നെയാണ്, മ്യൂസിക് ഞാൻ തന്നെയാണ്. അപ്പോൾ ആ പാട്ടുകൾ ഇപ്പം അതിനകത്ത് വേറൊരു ഞങ്ങൾ ടീച്ചർ ഇറക്കിയായിരുന്നു സിനിമയിൽ. അതിനകത്ത് ആ പാട്ട് പണ്ട് AT മുഹമ്മദ് സംഗീതം ചെയ്ത ഒരു സോങ്ങാണ്.
കൊക്കര കൊക്കര കോഴിക്കുഞ്ഞ് എന്ന് 2 മില്യൺ ആയിട്ടുണ്ട് നിലവിൽ എങ്ങനെ ഇപ്പോഴും എന്താണ് അതിന്റെ ടോൺ? അല്ല അതന്നെ അത് സ്റ്റോക്കില് പണ്ടത് കൊക്കര കൊക്കര ഒരു ഒപ്പന ഒരു ഇതിനാണ് കൊച്ചിനെ ഉറക്കാം. പക്ഷെ ഇന്നിപ്പോ അത് മാറ്റി താരാട്ട് മൂട്ടിലേക്ക് അതിന്റെ ഒരു ചെറിയൊരു വേഷം മാറി. കൊക്കര കൊക്കര കോഴിക്കുഞ്ഞ് ചക്കര മാവിലെ തത്തപ്പെണ്ണേ ഒച്ച വെക്കല്ലേ ഒച്ച വെക്കല്ലേ കൊച്ചിളം ബീവിക്ക് കാതുകുത്ത് ഇന്ന് കൊച്ചിളം ബീവിക്ക് കാതുകുത്ത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ സീക്വൻസിൽ അഭിനയിക്കുന്നത് രഹനയുടെ ഇതാണ്. വേറൊരു ലേഡിയും കൂടി വരുന്നുണ്ട് കൊച്ചിനെ ഉറക്കം. അല്ല, അതിനെ കുറിച്ച് ഒരുപാട് പേര് കമന്റ്സിൽ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മളെടുത്ത് ഈ സിനിമക്ക് ഇത്ര എഫേർട്ട് ഉണ്ട്. അപ്പോൾ അതിൽ ആൾക്കാരുടെ കമന്റ്സ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കത് വർക്കായി, നമ്മൾ ചിന്തിച്ച ഒരു സാധനം ജനങ്ങളിലേക്ക് എത്തി. ഇതൊക്കെ പറയണ ശരിയാണോ? വർക്കായ ഭയങ്കര ഒബ്സർവേഷനുള്ള നിരീക്ഷകൻ, പിന്നെ ഒരുപാട് കാലം സീരിയൽ സിറാജൊക്കെ പറഞ്ഞു ഈ പാട്ട് വേറെ ട്യൂണിലേക്ക്. ഞാൻ ഈ ട്യൂണിലാണ് ഞാൻ ചെറുതിലേ തുടങ്ങി അല്ല, ചെറുതിലെന്ന് പറഞ്ഞാല് അല്ല, നമ്മൾ ജനിക്കുമ്പോ ഒന്നും എനിക്ക് തോന്നുന്നു ആ പാട്ടില്ല. കാരണം 82 അങ്ങനെ എന്തോ ആയിട്ടാണ് 82 88 അന്നാണ് ഈ പാട്ടിറങ്ങണേ. പക്ഷെ ഞാൻ എന്റെ 3 മക്കളെയും ഈ പാട്ട് പാടിയിട്ടാണ് ഉറക്കിയത്. ഞങ്ങൾക്ക് ഇത് തന്നെയാണ്, ഈ പാട്ട് തന്നെയാ. അപ്പൊ അത് ഈ ട്യൂൺ തന്നെ ആയിരുന്നു. സ്പീഡാ പറഞ്ഞത്. ഞാൻ എന്റെ വേരിയേഷൻ, കാരണം പണ്ട് വെച്ച് സ്പീഡായിരുന്നു ആ പാട്ട്. നമ്മളിപ്പോ ഒരു താരാട്ടുമുള്ളിലേക്ക്. പിന്നെ വേറൊരു ഇത് പറയാനുള്ളത്, ഒരു നിമിത്തം എന്ന് പറയുന്നത്, ഞാനൊരു മൂത്ത മോളെ ഈ എപ്പോഴും ഞാൻ തന്നെയാണ് തൊട്ടിയാട്ടി ഇങ്ങനെ ഉറക്കണത്. അപ്പൊ ഇവള് പറയും ഞാൻ പാട്ട് നിർത്തി കഴിഞ്ഞാൽ ഉറക്കത്തിനും കൊക്കര കോഴിക്കുഞ്ഞെന്ന് പാടാൻ പറയും. ആ ആള് തന്നെയാണ് ഈ സിനിമയിൽ പാടിയേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇത് സംഭവിച്ചിട്ടുണ്ട്. പാട്ട് അത്യാവശ്യം വൈറലായി, ജനങ്ങളത് ഏറ്റെടുത്തതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ കുറെ നിമിത്തങ്ങൾ ഈ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പൊ ആ ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള പാട്ടാണ്. സോങ്സിന്റെ ഒക്കെ ഒരു 4 സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിലും എല്ലാം അങ്ങനെ അത്ര ലെങ്തിലല്ല, ഒരു പാട്ടിന്റെ ലെങ്തിലല്ല പോകുന്നത്. ആ സിറ്റുവേഷൻ അനുസരിച്ച് വന്ന് പോകുന്ന സിനിമക്ക് വേണ്ട രീതിയിലുള്ള ഇത് പോകുന്നതാണ്. കാലത്തിനനുസരിച്ചുള്ള മാറ്റമുള്ള പടമാണ് തീർച്ചയായിട്ടും ചുരുക്കം. എങ്ങനെയാണോ, കണ്ടോ പടം കണ്ടോ? ആ മൂവി കണ്ടു. എങ്ങനെയുണ്ട് പറയൂ. നന്നായി വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം സ്ക്രിപ്റ്റ് ഒക്കെ കൊണ്ടുവന്നപ്പോ എനിക്ക് തോന്നുന്നു ഒരു പസൽ രൂപത്തിലായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞിരുന്നു സ്ക്രിപ്റ്റ് നോക്കണ്ട, നമ്മൾ പറഞ്ഞത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇവര് സ്ക്രിപ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല, പൊതുവെ 1 ലൈൻ ആണെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ ഒരു ടെൻഷൻ ഞാൻ എപ്പോഴും പറയും, ഇത് എങ്ങനെയാകും അവിടെ വരും. അപ്പൊ നവാസ്ക പറയും നീ സ്ക്രീനിൽ പോയി മോണിറ്റർ നോക്കിക്കോ എന്ന് പറയും. എനിക്ക് ടെൻഷൻ ഉണ്ട്, കാര്യം ഞാൻ 2ാമത് വരുന്ന ഒരു മൂവിയാണ്. അപ്പോൾ എങ്ങനെയാവും ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് ഇപ്പോൾ ഓരോരുത്തരും പല രീതിയിലാണ് എഴുതുന്നത്. പലരും ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതും. നമ്മൾ കുറെ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. ഇപ്പൊ സിറാജിന്റെ ഒക്കെ ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ നമ്മൾ സാധനം എഴുതുമ്പോൾ നിലവിൽ ഇത്ര സീൻ അല്ലെങ്കിൽ ഇത്ര സമയം എന്നൊന്നും വെച്ചാൽ അതിന്റെ കാൽക്കുലേഷൻ ആദ്യം ചെയ്യുന്ന ഒരാൾക്ക് കിട്ടില്ല. അതിന്റെ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാലോ. അപ്പൊ അതിനകത്ത് അങ്ങനെ കുറെ നമ്മളങ്ങനെ ആക്കിയെങ്കിൽ പോലും, കുറെയൊക്കെ എടുത്തു വെച്ചെങ്കിൽ പോലും കുറെയൊക്കെ മാറ്റങ്ങൾ വരുത്തി പക്ക എഡിറ്റഡ് സംഭവമായിട്ടാണ് ഇപ്പൊ നിലവിൽ. ഇപ്പൊ നമ്മൾ എത്ര സമയം 1:50 ചിലപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ 4 മണിക്കൂർ ഷൂട്ട് ചെയ്യും. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അത് 3.5 മണിക്കൂർ ഉണ്ടാവും. 3.5 മണിക്കൂർ ഉണ്ടല്ലോ. അല്ല, അങ്ങനെയാണ് സിനിമ എന്ന സ്ക്രിപ്റ്റ്, മനസ്സിലായോ? അപ്പൊ അതായത് നമ്മൾ സിനിമയിലേക്ക് വരും അതങ്ങനെ പറഞ്ഞ് നമ്മൾ കാര്യങ്ങളാക്കി വരും. പിന്നെ ഡയലോഗ്സിലാണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ എല്ലാവരും കോൺട്രിബ്യൂഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ വന്ന് ഭംഗിയായിട്ട് വന്നിരിക്കുന്ന സംഭവമാണത്. നന്നായി വന്നിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ്. അല്ല, സിനിമ അങ്ങനെയാണ്. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഒരു സിനിമയാണ്, എഡിറ്റിംഗ് ടേബിളിൽ കയറുമ്പോൾ ഒരു സിനിമയാണ്. അങ്ങനെ സിനിമ പയനെ മാറി. എന്നാലും നമ്മൾ ഉദ്ദേശിച്ച ഒരു സാധനത്തിലേക്ക് വന്നിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്, ഉണ്ടായിരിക്കാം. കാരണം പല പടം നമ്മൾ അതിന്റെ ലെങ്ത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് കുറച്ച് കുറയ്ക്കാൻ. ആ പല സംഭവങ്ങളും ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇത്രയും വലിച്ചിടേണ്ട കാര്യമില്ല എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ള നമ്മൾ പറയുന്ന പലതും ഉണ്ടായിരിക്കാം. പക്ഷെ ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർ അത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടും അല്ലാതെയും ഒക്കെ അവരുടെ ചിന്തയിലൊക്കെ പലതും മാറ്റാൻ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് പോയതല്ലേ, നമ്മൾ എഴുതല്ലേ, എങ്ങനെ അങ്ങനെ ചിന്തിക്കുക പ്രശ്നമാണല്ലോ. ഇതിന്റെ ഒപ്പം തന്നെ ഓഡിയൻസിന് ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ ഞാനിപ്പോ ആദ്യമായിട്ട് വന്നിരുന്നാണ്, ഇവൻ ആരുടെ ഇത്ര വലിയ സംവിധായകനും വന്ന് വർത്താൻ. ഇത് അങ്ങനെയല്ല, ഇത് അങ്ങനെയല്ല. ഇതൊരു കൊച്ചു സിനിമയാണ്, അല്ലെങ്കിൽ ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്നൊരു കൊച്ചു സിനിമയാണ്. പക്ഷെ ഞാൻ കൊച്ചു സിനിമകൾ വിജയിച്ച ചരിത്രമാണ് നമുക്കുള്ളത്. വിജയിക്കട്ടെ, അതാണ് നമ്മൾ ആഗ്രഹം. വിജയിപ്പിക്കണം, നമ്മൾ റിക്വസ്റ്റ് ആണ്. ഇവിടെ മമ്മൂക്കയൊക്കെ ഒത്തിരി കൊച്ചുങ്ങളെ വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നവാസൊക്കെ ഇനി വിജയിപ്പിക്കുമെന്ന് നോക്കാം. നമുക്ക് ഈ പടത്തിന്റെ പ്രൊമോഷൻ ആണെങ്കിലും ഒരു പാട്ടുകൂടെ പാടിയിട്ട് അവസാനിപ്പിക്കാന്നാണ് വിചാരിക്കുന്നത്. ഏതെങ്കിലും ഒരു മെലഡി പാടിയാൽ
നന്ദി. ജയേട്ടൻ്റെ പാട്ടുകൾ ദാസേട്ടൻ്റെ പാട്ടുകളെ പോലെ തന്നെ ഉം. പെട്ടെന്ന് ഓടി വരുന്ന ഗാനങ്ങൾ ജയേട്ടൻ്റെ പാട്ടുകളായിരുന്നു. ഇപ്പോൾ തോന്നിപ്പോൾ അദ്ദേഹം ഇപ്പോൾ നമ്മളെ വിട്ട് പിരിഞ്ഞപ്പോഴും കുറേ ഗാനങ്ങൾ ഇങ്ങനെ കയറി വന്നൊരു പാട്ടാണ്. വിട്ട് പിരിഞ്ഞിട്ടില്ല എന്നാണ് നമ്മളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ കൂടെ ഉണ്ട്. അത് പോലല്ലോ. അതെ അതെ. സ്വർണ്ണ ഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായൂജ്യം നിൻ രൂപം. സ്വർണ്ണ ഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായൂജ്യം നിൻ രൂപം. ഏതൊരു പൂവിലും ദേവതയാക്കും, ഏതൊരു പൂവിലും ദേവതയാക്കും. ഏതു പൂജാരിയും പൂജിക്കും നിന്നെ, ഏതു പൂജാരിയും പൂജിക്കും. സ്വർണ്ണ ഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായൂജ്യം നിൻ രൂപം. അടിപൊളി. ഏത് പൂജാരിയും പൂജിക്കുമെന്ന് സാറ് പാടുന്നത് കേൾക്കുമ്പോൾ ആ പൂജിക്കുമൊക്കെ മറ്റൊരാൾ പാടിയ നമുക്ക് ഞങ്ങള് സ്റ്റേജിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ എപ്പോഴും ഇത് പറയുന്നത് ലെജിബിൾ ആണ്. ഈ അപ്പോൾ സന്തോഷമായിട്ട് മരിച്ചുപോയൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും കൂടെ ഇതുപോലെ ജയേട്ടൻ്റെ പാട്ടുകളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് നമുക്കിങ്ങനെ പറഞ്ഞു തരും. നീ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ വരികളൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്തൊക്കെ സ്വർണ്ണ ഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായൂജ്യം നിൻ രൂപം. അസാധ്യമാണ്. ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇതിനി ഈ അക്ഷരം ഇങ്ങനെയാണോ ഉച്ചരിക്കേണ്ടത് നമുക്ക് സംശയം തോന്നുന്നു. കാരണം അത്രയ്ക്ക് നന്നായിട്ട് അസാധ്യമായിട്ട് ഉച്ചരിക്കുന്നത്, മറ്റൊരാൾക്കും അനുകരിക്കാൻ പറ്റും. എനിക്ക് ചേട്ടൻ്റെ കൂടെ ഇരിക്കാനൊരു ഭാഗ്യം ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. പേഷ്യൻ്റ് സംഭവം ചെയ്ത സമയത്ത് ശിവകുമാര തമ്പി സാറ് ചേട്ടനായിട്ട് ഇരുന്ന് അവരൊരു കോംബോ ഉണ്ടല്ലോ. അതെ, അസാധ്യ പാട്ടുകളായിരുന്നു. എന്തായാലും ഇഴ ഇഴ സിനിമേനെ ശരിക്കും ഏത് സിനിമയാന്നുള്ളത് ഓഡിയൻസ് അറിയാമോ? കാരണം നമ്മൾ പേര് പറഞ്ഞിട്ട് വരുമ്പോ നമ്മളുടെ അടുത്ത് പറയുന്നുണ്ട് വേറെ ഒന്നിനെ പറ്റി പറയരുത്, സിനിമയെ കുറിച്ച് പറഞ്ഞു. അല്ല എന്താണെന്നറിയോ ചേട്ടാ, നമ്മൾ ഓൾറെഡി ഇപ്പൊ കുറച്ച് ഇന്റർവ്യൂസ് കൊടുത്തു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് പല കാര്യങ്ങളും പറഞ്ഞു പോകും, സ്വാഭാവികമാണ് കുടുംബകാര്യം. പക്ഷെ ഇഴ സിനിമേനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാലാണ് ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇപ്പൊ അത് അറിയുന്നുണ്ട്. സിറാജിന് അറിയാത്തൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മളൊരു സിനിമയ്ക്ക് വന്നിരിക്കുമ്പോ അത് മാത്രമായിരിക്കരുത്, അത് മാത്രമല്ല ആളുകൾ ആഗ്രഹിക്കുന്നുള്ള സംഭവം കൂടി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇഴയെ കുറിച്ച് നന്നായിട്ടൊന്ന് പറഞ്ഞു. അല്ല, ഇഴ ഒരു കൊച്ചു സിനിമയാണ്. ആ സിനിമ നിങ്ങൾ എല്ലാവരും വന്ന് കാണണം. ഈ വരുന്ന ഫെബ്രുവരി 7-ാം തീയതിയാണ് റിലീസ്. കുറച്ച് തിയേറ്ററുകളിൽ, നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള തിയേറ്ററുകളിൽ വന്നിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ഒരു ആദ്യത്തെ സിനിമയാണ്. ഇതൊരു ഒരു ബിസിനസ്സിന് വേണ്ടി ചെയ്തിരുന്ന ഒരു പടമല്ല. ഒരു പ്രൊഡ്യൂസറുടെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ തന്നെ വ്യക്തമായിട്ട് നമുക്ക് പറയാം, ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന, സത്യസന്ധമായിട്ട് പറയുന്ന കാര്യമാണ്. ഒരു കച്ചവട സിനിമയ്ക്ക് വേണ്ടി വന്ന ഒരാളല്ല ഇതിൻ്റെ സംവിധായകനാണെങ്കിലും പ്രൊഡ്യൂസറാണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും. ഇപ്പോൾ നന്മയുള്ള സിനിമകൾ അങ്ങനെയുള്ള കണ്ടൻറ്റൊക്കെ വളരെ അപൂർവമാണ് പെർഫോം ചെയ്യാൻ നമുക്ക് അവസരം കിട്ടുക. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഭാഗ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഇത് നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ ബോറടിപ്പിക്കില്ല. അവർക്ക് അങ്ങനെ വലിയ ഇത് ഭയങ്കര സംഭവമാണെന്നല്ല, ബോറടിക്കാതെ 1 മണിക്കൂറും 50 മിനിറ്റും നമ്മൾ സിനിമ കൊണ്ടുപോകുന്നുണ്ട്. കാരണം അപ്പോൾ എന്തായാലും ഇഴ തിയേറ്ററിൽ തന്നെ കാണുക. എന്താണെന്ന് വെച്ചാൽ ചില സിനിമകൾ നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ അത് മുമ്പോട്ട് പൊക്കോളൂ എന്നാണ് വിശ്വസിക്കുന്നത്. സംസാരിക്കണ കേൾക്കുമ്പോൾ എനിക്കും തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. FDFSന് തീർച്ചയായിട്ടും ഞാൻ വരാൻ ശ്രമിക്കാം. അപ്പോൾ നന്ദിയുണ്ട്, നമസ്കാരം. സംസാരിക്കാൻ കഴിഞ്ഞു. താങ്ക് യു.